മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VPG രാംജി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. 2005-ൽ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ UPA സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് കോൺഗ്രസ് ലോക്സഭയിൽ പറഞ്ഞു. UPA ഭരണകാലത്ത് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടാണ് ബില്ല് പാസാക്കിയതെന്നും കോൺഗ്രസ് അറിയിച്ചു. ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം സർക്കാർ തള്ളിയിരുന്നു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ ബില്ല് കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് പ്രതിപക്ഷം ലോക്സഭയിൽ എതിർക്കുന്നത്? ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? ദിവ്യ, വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ലോക്സഭയിൽ ബില്ല് അവതരണ സമയത്തുണ്ടായത്. അതിനെയൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് ബില്ല് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. സമാനമായി തന്നെ പല ബില്ലുകളും ഇന്നലെ തന്നെ അവതരിപ്പിച്ചിരുന്നു, പാസ്സാക്കിയിരുന്നു. ഇന്നും ആണവോർജ്ജ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം ലോക്സഭയിൽ ചർച്ചയായിരുന്നു. ഈ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി VPG രാംജി എന്നുള്ള പേരാക്കിയുള്ള പുതിയ ബില്ല് ഇപ്പോൾ അതിനുള്ള ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചിരിക്കുന്നത്. 10 മണിക്കൂറാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് സമയം നൽകിയിരിക്കുന്നത്. രാവിലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമേ ആവശ്യപ്പെട്ടിരിക്കുന്നത് 8 മണിക്കൂറിലധികം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച വേണമെന്നാണ്. ലോക്സഭയിൽ 8 മണിക്കൂറിലധികം ചർച്ച വേണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളടക്കം രാവിലെ തന്നെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്നത്. 18 നേതാക്കളാണ് പ്രതിപക്ഷത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോഴും പാർലമെന്റിൽ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് 2005-ൽ UPA ഭരണകാലത്ത് കൊണ്ടുവന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കൊണ്ടുവന്ന പദ്ധതിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നത്. ഗാന്ധിജിയുടെ പേര് മാറ്റി RSS അജണ്ടയാക്കുന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്.